അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അയ്യോ ഹലോ ഗായ്സ്. അപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കാണാനില്ല, അല്ല കുറേ നാളല്ല 2 ദിവസം കൊണ്ട് എന്നെ ഇൻസ്റ്റഗ്രാമിലും കാണാനില്ല, എന്നെ യൂട്യൂബിലും കാണാനില്ല. ബട്ട് വൈ എന്ന് വെച്ചാൽ പറയട്ടെ, ആ സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ. എനിക്ക് ജോലി കിട്ടി ഗായ്സ്, എല്ലാവരും കൈയടിക്കൂ. യെസ് ഗൈസ്, എനിക്ക് ജോലി കിട്ടി. എനിക്ക് ഇന്നലെ ജോലി കിട്ടി. ഇന്നലെ ഞാൻ പോയി ജോയിൻ ചെയ്തു. ഇന്ന് എൻ്റെ 2ാമത്തെ ദിവസമാണ് ഗൈസ്. അതുകൊണ്ട് ഇന്നലെ ഫുൾ ബിസി ആയിരുന്നു. ഫുൾ ബിസി നിന്ന് തിരിയാൻ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് ഡേ പോകുന്നത് എടുക്കണം, വരുന്നത് എടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. സമയത്തിന് ഇത്രയും വില ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സാധാരണ 24 മണിക്കൂർ ഞാൻ ഈ കട്ടിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നല്ലാതെ വേറൊരു പരിപാടിക്ക് ഞാൻ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് സമയത്തിൻ്റെ വില അറിയത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പോലും സമയമില്ല. ഇപ്പോൾ ഇരുട്ടത്താ വീഡിയോ എടുക്കുന്നത് കണ്ടോ. റിംഗ് ലൈറ്റ് വന്നത് ഭാഗ്യം. ഇനി ഒരു മൈക്കും കൂടെ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ദുരാഗ്രഹം അന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നാണ് ഞാൻ വാങ്ങിക്കും. അപ്പോൾ എവിടെയാണ് ജോലി കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ സ്ഥലം കൊല്ലത്ത് പുനലൂരാണ്. കൊല്ലം പുനലൂർ അറിയാലോ, നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ സ്ഥലം. അവിടെയാണ് ഞാൻ അവിടെ ആണെന്നല്ല, ഞങ്ങളെല്ലാം പുനലൂരാണ്. മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ആ പുനലൂരിലാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. കമ്പനിയുടെ പേര് ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ്. അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അയ്യോ ഓക്കെ ഗൈസ്. അപ്പോൾ കറണ്ട് പോയിട്ട് ഞാൻ വീണ്ടും 2ാമത് എടുക്കും. 1ാമതേ ഇപ്പം സമയമില്ല വീഡിയോ എടുക്കാൻ. ആകെ സമയം കിട്ടുന്ന ഈ രാത്രി സമയമാണ്. ഈ രാത്രി സമയം കറണ്ടും കൂടെ പോയാൽ എൻ്റെ കാര്യം തീരുമാനമാവും. അപ്പം ഞാൻ നിങ്ങളുടെ ഇത് പറയാൻ വന്നത് എനിക്ക് ജോലി കിട്ടി എന്നുള്ള കാര്യം. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യവും പോയ കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞല്ലേ. അപ്പോൾ ജോലി കിട്ടുമ്പോൾ നിങ്ങളുടെ പറയട്ടെ. അതുകൊണ്ട് ഞാൻ ജോലി കിട്ടിയെന്ന് പറയാൻ വേണ്ടി വന്നേ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫോ പിന്നെ ഫുഡ് കഴിക്കുന്ന രീതിയും ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. അപ്പോൾ സമയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി നാളെ ഇനിയിപ്പോൾ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫോട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.